ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ഫാമിലി വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. എന്തായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂട് ചോറിൻ്റെ അപ്പുറം ഇത് മാത്രം മതി. അപ്പോൾ ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഉണക്കമീൻ ചമ്മന്തി. അപ്പം ഞാനിതാ ഒരു പാക്കറ്റ് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണക്കമീൻ വാങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ആക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതാ ഉണക്കമീനെല്ലാം പൊളിച്ച് ഒരു തടുപ്പിയിലേക്ക് ഇട്ടു. അപ്പോൾ നെക്സ്റ്റ് എന്ത് പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ തല വേറെയാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കത്രിക വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകുമ്പോൾ അതിനുള്ളിലെ ചളിയെല്ലാം നല്ല വൃത്തി കളയണം. അപ്പോൾ ഞാൻ ഉണക്കമീനെല്ലാം കഴുകി വൃത്തിയാക്കി അടുത്തതായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചു. ഈ ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ, ഇതുപോലത്തെ ഒരു പരന്നൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉണക്കമീൻ പൊരിയാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആ പാൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണക്കമീൻ, കഴുകി വെച്ച ഉണക്കമീൻ ഓരോന്നായിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് ഈ ഉണക്കമീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഉണക്കമീനെല്ലാം നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ സ്റ്റൗ ഓഫാക്കി ഉണക്കമീനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങയാണ്. കുറച്ച് വെളുത്തുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉണക്കമീനും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഉണക്കമീൻ ഉള്ളതുകൊണ്ട് ഈ ഒരു ചമ്മന്തിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണക്കമീനിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, ആ ഒരു ഉപ്പ് മതിയാവും. എന്താ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഉണക്കമീൻ ചമ്മന്തി ഇതാ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല. ഉണക്കമീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.